കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ ദിവസങ്ങളിലെ മഴയുടേതായ ചില പ്രയാസങ്ങളും പലർക്കും പകർച്ചവ്യാധികളൊക്കെ നമ്മുടെ മധ്യത്തിലുമുണ്ട് എന്ന് എനിക്കറിയാം. എങ്കിലും ഇത്രയും സഹോദരീസന്മാർക്ക് കടന്നു വരുവാനും ദൈവവചനം കേൾക്കുവാനും ഒക്കെ ലഭിച്ച അവസരത്തിനായിട്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചത് കർത്തൃമേശയോട് ബന്ധപ്പെട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കർത്താവ് ആ വിഷയത്തിന് കൊടുത്ത, തൻ്റെ മരണത്തിന് കൊടുത്ത പ്രാധാന്യം എന്താണ് എന്നുള്ളത്. രണ്ട്, കർത്തൃമേശയിൽ നാം പങ്കെടുക്കുമ്പോൾ, അപ്പത്തിൽ നിന്നും പാനപാത്രത്തിൽ നിന്നും നാം വ്യക്തിപരമായി പങ്കെടുക്കുമ്പോൾ അതിനോട് നാം കൂട്ടായ്മ പ്രഖ്യാപിക്കുകയും കർത്താവിൻ്റെ ശരീരത്തോടും കർത്താവിൻ്റെ മരണത്തോടും ഒക്കെയുള്ള ഏകീഭാവം നമ്മൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, അത് വ്യക്തിപരമായി പ്രാപിക്കുമ്പോൾ മാത്രമാണ് അതിൻ്റേതായ അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കാനായിട്ട് കഴിയുക. കർത്തൃമേശയോട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം കൂടെ ഇന്ന് ചിന്തിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ വിഷയം ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നുപോയി. ഇപ്പോൾ അല്പം പുതുമയുള്ള വിഷയമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ അത്ര ചിന്തിക്കാത്ത ഒരു മേഖലയായിരിക്കാം എന്നൊക്കെ എൻ്റെ മനസ്സിൽ കടന്നുപോയി. അതുകൊണ്ട് തന്നെ അല്പം വിശദീകരിച്ച് ആ കാര്യം പറയാം എന്ന് ഞാൻ കർത്താവിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുക. മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 27-ഉം 28-ഉം വാക്യം നമുക്ക് ആദ്യമായിട്ട് വായിക്കാം. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിക്കും. ധനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തം. ഈ പ്രസ്താവന ഇതുപോലെ അല്ലെങ്കിൽ തന്നെ മറ്റ് മർക്കോസിൻ്റെ സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും കാണാം. ഒന്ന് വെറുതെ 11-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിലും അപ്പോസ്തലനായ പൗലോസ് ഈ കാര്യം പറയുന്നുണ്ട്. അതും ഒന്നുകൂടി വായിക്കാം. ഒന്ന് വെറുതെ 11-ന്റെ 25. അവർ തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും എന്ന് പറഞ്ഞു. ഇവിടെ പറയപ്പെടുന്ന ഒരു പ്രത്യേക വാക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാനാണ് ഞാൻ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നത്. മത്തായി സുവിശേഷത്തിൽ പറയുന്ന അല്പം കൂടുതൽ വിശദീകരണമുണ്ട്. എങ്കിൽ കൂടെ മറ്റ് എല്ലാ സുവിശേഷങ്ങളിലും അല്ലെങ്കിൽ മർക്കോസിലും ലൂക്കോസിലും കൊരിന്ത്യർ ലേഖനത്തിന് വായിക്കുമ്പോൾ ഈ പാനപാത്രം അല്ലെങ്കിൽ വീഞ്ഞ് കർത്താവിൻ്റെ ശരീരത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. എന്നാൽ അവിടെ പറയുന്ന ഒരു വാചകം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം. ഇന്ന് ഈ പുതിയ നിയമം എന്ന് പറഞ്ഞാൽ എന്താണ് വേദപുസ്തകം അർത്ഥമാക്കുന്നത് എന്നുള്ള ആശയമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമ്മൾ സാധാരണഗതിയിൽ മനസ്സിലാക്കുന്ന പുതിയ നിയമപുസ്തകങ്ങൾ, പഴയ നിയമപുസ്തകങ്ങൾ. അപ്പോൾ പഴയ നിയമം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് മോശ മുഖാന്തരം കൊടുത്ത ആ പഴയ നിയമ കൽപ്പനകളെ ആ നിലയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കർത്താവ് സ്ഥാപിച്ച ഈ നിയമമായതുകൊണ്ട് ഇത് പുതിയതാണ് എന്നുള്ള ആശയത്തിൽ നാം ചിന്തിക്കാം. അത് ഒരർത്ഥത്തിൽ ശരിയാണ്. എന്നാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നിയമം എന്നാണ് മലയാളത്തിൽ തർജ്ജമ ചെയ്തത്. ഇംഗ്ലീഷിൽ അതിന് കവനൻറ്റ് എന്ന വാക്കാണ്. കവനൻറ്റ് എന്ന വാക്കും നിയമം എന്ന വാക്കും അല്ലെങ്കിൽ ലോ ആൻഡ് കവനൻറ്റ് അല്പം വ്യത്യാസമുണ്ട്. നിയമം എന്ന് പറയുന്നത് ആളുകൾ പാലിക്കുവാനായിട്ട് ഉദ്ദേശിക്കപ്പെട്ടാണ്. അത് ന്യായപ്രമാണം അങ്ങനെയാണ്. മലയാളത്തിൽ നമ്മുടെ ന്യായപ്രമാണം എന്ന വാക്ക് നമ്മുടെ മലയാളം ബൈബിളിൽ സത്യവേദ പുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ. മറ്റ് പുസ്തകങ്ങളിലൊക്കെ നിയമം എന്നാണ്. ശരിക്കും പറഞ്ഞാൽ നിയമസംഹിത എന്നാണ് തർജ്ജമ ചെയ്യേണ്ടിയിരുന്നത്. ന്യായപ്രമാണം എന്നല്ല, ഇസ്രായേൽ മക്കൾക്ക് നൽകിയ നിയമസംഹിത. അതുകൊണ്ട് പുതിയ നിയമത്തിന് അത് ആവർത്തിച്ച് വരുമ്പോൾ ന്യായപ്രമാണം എന്നൊക്കെ പറയുന്നുണ്ട്. ദൈവം ഇസ്രായേൽ ജനത്തിന് നൽകിയ ന്യായമായ പ്രമാണങ്ങൾ എന്ന ആശയത്തിലായിരിക്കാം അത് പറയും. എന്നാൽ ശരിക്കും അതിൻ്റെ അർത്ഥം അവർ പാലിക്കാനുള്ള നിയമങ്ങളാണ്. ആ നിയമം, ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ 3 മേഖലയുണ്ടെന്ന് നമുക്കറിയാം. കൽപ്പനകൾ, ചട്ടങ്ങൾ, വിധികൾ. ഇത് പറഞ്ഞാൽ ദൈവത്തോട് ബന്ധപ്പെട്ടത്, ദൈവത്തിൻ്റെ കൽപ്പനകൾ,
ആത്മീയമായി ചെയ്യേണ്ട പല കാര്യങ്ങളാണ് അവിടെ ചട്ടങ്ങൾ എന്ന് പറയുന്നു. വിധികൾ എന്ന് പറഞ്ഞാൽ അത് ന്യായവിധി എന്ന് പറഞ്ഞാൽ തെറ്റിക്കുന്നവർക്കുള്ള ശിക്ഷാക്രമങ്ങളും അതുപോലുള്ള പ്രമാണങ്ങളെയൊക്കെ കൂടി ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ളതാണ് ഈ ന്യായപ്രമാണം. അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും നമ്മൾ തുടർന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ ശ്രദ്ധയിലേക്ക് കൂടി. എന്നാൽ കവനൻ്റ് എന്ന വാക്കിന് മലയാളത്തിൽ ശരിക്കും വേണ്ടത് ഉടമ്പടി എന്ന വാക്കാണ്. എന്തായി നിയമവും ഉടമ്പടി എന്ന് പറഞ്ഞാൽ വ്യത്യാസം. ഉടമ്പടി അല്ലെങ്കിൽ കവനൻ്റ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേദപുസ്തക ഭാഷയിലെ ദൈവം തൻ്റെ ജനത്തോട് ചെയ്യുന്ന ചില വാഗ്ദത്തങ്ങളും പ്രമാണങ്ങളെയുമാണ് അത്. നിയമങ്ങൾ മനുഷ്യർ പാലിക്കുവാൻ വേണ്ടി ദൈവം നൽകിയിട്ടുള്ള കൽപ്പനകളാണ്. അതിന് വലിയ അവാന്തര വിഭാഗങ്ങൾ ഞാൻ പറഞ്ഞത്. എന്നാൽ ഉടമ്പടി എന്ന് പറയുന്നത് ദൈവം മനുഷ്യരോട് ചെയ്യുന്ന നിയമമാണ്. അതായത് ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ദൈവം തൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ തൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യുന്ന ഒരു കൽപ്പനയാണ് ഈ ഉടമ്പടി അല്ലെങ്കിൽ കവനൻ്റ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ പല സ്ഥലങ്ങളിലും ന്യായപ്രമാണമെന്നും നിയമമെന്നും ഒക്കെ മറിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. അത് തർജ്ജമ ചെയ്ത കാലഘട്ടത്തിൽ അതിൻ്റെ ശരിയായ ആശയമൊന്നും ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കില്ല. നാമും അത് വായിച്ച് അങ്ങനെയുള്ള ആശയത്തിലാണ്. അപ്പോൾ ഇത് പറയുന്നത് ഇത് പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം എന്ന് പറഞ്ഞാൽ പുതിയ ഉടമ്പടിക്കുള്ള എൻ്റെ രക്തം. അതാണ് ശരിയായിട്ടുള്ള എൻ്റെ ആശയം മനസ്സിലാക്കുക. എന്താണ് ഈ പുതിയ നിയമം അല്ലെങ്കിൽ പുതിയ ഉടമ്പടി അല്ലെങ്കിൽ ന്യൂ കവനൻറ്റ് എന്ന വാക്കുകൊണ്ട് വേദപുസ്തകം അർത്ഥമാക്കുന്നത് എന്ന് നാം മനസ്സിലാക്കാനായി ശ്രമിക്കണം. ഈ ആശയം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ആശയങ്ങൾ പലതാണ്. എന്ന് പറഞ്ഞാൽ പഴയ നിയമ ന്യായ പ്രമാണങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ ഇസ്രായേൽ ജനം പാലിക്കുവാനായിട്ട് ദൈവം നിർദ്ദേശിച്ചതാണ്. മാത്രമല്ല ആ നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ അതിൻ്റേതായ ശിക്ഷാക്രമങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണത്, നിരുപാധികമല്ല. എന്ന് പറഞ്ഞാൽ കണ്ടീഷനോടുകൂടിയാണ് ഈ ന്യായപ്രമാണം നൽകപ്പെട്ടത്. ഇന്ന കാര്യങ്ങൾ നീ ചെയ്യണം, ചെയ്താൽ നിനക്ക് ഇന്ന അനുഗ്രഹങ്ങളുണ്ടാകും, ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ദോഷങ്ങളുണ്ടാകും. എന്നാൽ ഉടമ്പടി കവനൻ്റ് എന്ന വാക്കിന് അങ്ങനെയുള്ളൊരാശയമില്ല. എന്ന് പറഞ്ഞാൽ ദൈവം അബ്രഹാമിനോട് ചില കവനൻ്റ് ചെയ്തു അല്ലെങ്കിൽ ഉടമ്പടി ചെയ്തു. അത് അബ്രഹാം ചെയ്ത് എന്തെങ്കിലും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലോ അബ്രഹാം ചെയ്യുവാൻ പാലിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം പറഞ്ഞതല്ല, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് വലിയൊരു ജാതിയാക്കും, നിൻ്റെ സന്തതി ഈ ദേശത്തെ അവകാശമാക്കും, ആകാശ നക്ഷത്രങ്ങൾ പോലെ നിൻ്റെ സന്തതി വലുതാകും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദൈവം ഒരു നിബന്ധനയും വയ്ക്കാതെ തൻ്റേതായ രീതിയിൽ ദൈവം അബ്രഹാമിന് നൽകിയതാണ് ഈ ഉടമ്പടി അല്ലെങ്കിൽ കവനൻ്റ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കും. ഇതുപോലെ കഥാവ് ഇവിടെ പറയുന്നത് ഇത് എൻ്റെ രക്തത്തിൽ പുതിയ അതിന് ചേർത്ത് മത്തായി എഴുതിയത് പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം. അപ്പോൾ ഈ പുതിയ നിയമം എന്താണ് എന്ന് നമുക്ക് ചെറിയ ആശയം കിട്ടും. ഒന്നാമതായിട്ട് നാം ശ്രദ്ധിക്കണം, പുതിയ നിയമം എന്ന ആശയം ഇത് കേൾക്കുന്നതായ ശിഷ്യഗണങ്ങൾ, 11 പേരാണല്ലോ ഉള്ളത് അപ്പോസ്തലന്മാർ, അവരൊക്കെ യഹൂദ പശ്ചാത്തലമുള്ളവരാണ്. അവർക്കിത് കേൾക്കുമ്പോൾ ചില കാര്യങ്ങൾ അറിയാം. നമ്മളെപ്പോലെയല്ല, പഴയ നിയമമൊക്കെ അത്യാവശ്യം അറിയാവുന്ന ആളുകളാണ് അവരൊക്കെ. അതുകൊണ്ട് ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം ഈ കാര്യം നാം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കേണ്ടത്. ഇവിടെ പുതിയ നിയമം എന്ന് പറയുന്നത് അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി പിന്നീട് അത് ദാവീദിലൂടെ ആവർത്തിക്കാനായിട്ട് ഇടയായിത്തീർന്നു. ദാവീദിൻ്റെ സന്തതിയായി ഒരു വ്യക്തി വരും, സിംഹാസനസ്ഥനായി വാഴും എന്നൊക്കെയുള്ളതായ ആ റാറ്റിഫിക്കേഷൻ സ്ഥിരീകരണം പിന്നീട് നടന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം കൊടുത്തതാണ് ഈ പുതിയ നിയമം എന്ന് പറയും. ഈ പുതിയ നിയമം പഴയ നിയമത്തിൽ തന്നെ, പഴയ നിയമ ഗ്രന്ഥത്തിൽ തന്നെ ഇസ്രായേൽ ജനത്തിന് വാഗ്ദത്തം ചെയ്തിട്ടുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കും. അതിന് ചില വാക്യങ്ങൾ വായിക്കാം. യിരെമ്യാവിൻ്റെ പ്രവചനം 31-ാം അധ്യായം അതിൻ്റെ 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഞാൻ ഇസ്രായേലിനോടും യഹൂദജനത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് ഇസ്രായേൽ ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല,
കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ജനത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായി അവർ എനിക്ക് ജനമായി ഇരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇനി അവരിൽ ആരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും യഹോവയെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആകാലം മുതൽ എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യം മോചിക്കും. അവരുടെ പാപം ഇനി ഓർക്കുകയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ വേദഭാഗം എബ്രായ ലേഖനത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഭാഗം നാം ശ്രദ്ധിച്ചാൽ ഇവിടെ ഒരു കാര്യം കൂടെ വ്യക്തമായിട്ട് ദൈവം മിശിഹായിൽ കൂടെ പറയുന്നുണ്ട്. മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ നിങ്ങൾ ലംഘിച്ചു. അഥവാ നമുക്കറിയാം ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രമൊക്കെ, കൽപ്പനകളും പ്രമാണങ്ങളൊക്കെ കൊടുത്തെങ്കിലും ദൈവത്തോട് അവിശ്വസ്തരായി, ദൈവത്തോട് മത്സരികളായി, ദൈവങ്ങളെ വിഗ്രഹങ്ങളെ സേവിക്കുകയും അങ്ങനെ ദൈവീകമായ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്തിയ ഒരു ജാതിയാണ് ഇസ്രായേൽ ജാതി. എന്തിനും കനാൻ ദേശത്തേക്ക് പ്രവേശിക്കാനായിട്ട് അതിൻ്റെ അടുത്ത് വരെ എത്തിയപ്പോൾ, 2 വർഷം കഴിഞ്ഞപ്പോൾ അടുത്തെത്തിയപ്പോൾ അവിടെയും പ്രശ്നങ്ങളുണ്ടായി. അവിടെ വെച്ച് ദൈവം വലുതായിട്ട് കോപിച്ചു. പിന്നെ ദൈവം എന്താ പറഞ്ഞു? നിങ്ങൾ തിരിച്ചു നടന്നോ. തിരിച്ചു നടന്ന് 38 ആണ്ട് കൂടെ അങ്ങനെ ചുറ്റി നടന്ന് ആ പാപം ചെയ്ത എല്ലാവരും, 20 വയസ്സിന് മീതെയുള്ള എല്ലാവരും തന്നെ മരുഭൂമിയിൽ മരിച്ചു പോകാനായിട്ട് ഇടയായത്. അപ്പോൾ ദൈവത്തോട് അവിശ്വസ്തരായി തീർന്ന ജനത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. അവിടെ പറയുന്നത്, ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എൻ്റെ നിയമം ലംഘിച്ചു കളഞ്ഞു. ഇവിടെ ഭർത്താവ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ആ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള വലിയ ബന്ധത്തിൻ്റെ അതീവ്രത മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അല്ലാതെ അക്ഷരാർത്ഥത്തിൽ ഭർത്താവും ഭാര്യയും എന്ന ആവശ്യത്തിലല്ല. നമുക്കറിയാം, ഒരു ഭാര്യ അവിശ്വസ്തതയായി തീർന്നാൽ എങ്ങനെ ഭർത്താവ് സഹിക്കും? തിരിച്ചും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഇവിടെ ദൈവം പറയുന്നത്, നിങ്ങൾ അവിശ്വസ്തരായി തീർന്നു. അങ്ങനെ വന്നപ്പോൾ ലംഘിച്ചു. അതാണ് ന്യായപ്രമാണം ലംഘിച്ച കാര്യമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. എന്നിട്ട് ഇവിടെ പറയുന്നത്, ഞാൻ ചെയ്യാൻ പോകുന്ന നിയമം അല്ലെങ്കിൽ കവനൻ്റ് എന്ന വാക്കാണ് ഇവിടെയും ഇംഗ്ലീഷിൽ ഉപയോഗിച്ചത്. ഉടമ്പടി അങ്ങനെയല്ല, ഇത് ഞാൻ തന്നെ പറയുന്ന കാര്യമാണ്. നിങ്ങളുടേതായ മനോഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല എന്ന് ശ്രദ്ധിക്കുക. 31-ാം വാക്യം മുതൽ, ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ ഈ പുതിയ നിയമം വാഗ്ദത്തം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇസ്രായേൽ ഗൃഹത്തിനാണ്. അല്ലെങ്കിൽ യഹൂദ ജനം, ഇസ്രായേൽ ഗൃഹം എന്നൊക്കെ പറയുന്നത് രണ്ടായിട്ട് ശലോമോൻ്റെ മകൻ്റെ കാലത്ത് അത് വേർപിരിഞ്ഞതായിട്ടൊക്കെ നമുക്കറിയാം. അല്ലെങ്കിൽ ഇസ്രായേൽ ജനം മുഴുവൻ അവരോട് ചെയ്യുന്ന ഒരു നിയമമാണ്. അത് ഭാവിയിൽ സംഭവിക്കും എന്നുള്ളതാണ് അതിന് പറയും. എന്നിട്ട് അതിൻ്റെ 33-ാം വാക്യത്തിലേക്ക് വരിക, ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ആ നിയമത്തിൻ്റെ പ്രത്യേകതകളാണ് അവിടെ പറയുന്നത്. ഞാൻ എൻ്റെ ന്യായപ്രമാണം അല്ലെങ്കിൽ എൻ്റെ വചനം അവരെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ശ്രദ്ധിക്കുക, അവരുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനം ദൈവം ഉണ്ടാക്കും. 2, അതിന് താഴെ വായിക്കുന്നത്, ഞാൻ അവർക്ക് ദൈവമായും അവർക്ക് ജനമായും ഇരിക്കും എന്ന് പറഞ്ഞാൽ അന്യദൈവങ്ങളെ സേവിക്കാൻ പോകുന്ന ഒരവസ്ഥാവിശേഷം അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് മാറ്റിക്കളയും. താഴോട്ട് വായിക്കുന്നത്, ഇനി അവരിൽ ആരും തൻ്റെ കൂട്ടുകാരനോട് തൻ്റെ സഹോദരനെയും യഹോവയെയും അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കണം, മറ്റുള്ളവരുടെ ഉപദേശം ആവശ്യമില്ലാതെ വണ്ണം അവരുടെ ഉള്ളിൽ തന്നെ ദൈവത്തിൻ്റെ പ്രവർത്തനം നടക്കുകയാണ്. അത് കഴിഞ്ഞ് പറയുന്നു, അവർ ആബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും. ദൈവത്തെ വ്യക്തിപരമായി അറിയുന്ന ഒരു അനുഭവം. തുടർന്ന് പറയുന്നു, ഞാൻ അവരെ അകൃത്യം മോചിക്കുകയും അവരുടെ പാപം ഇനി ഓർക്കുകയും. അപ്പോൾ പാപമോചനത്തിനായി ചൊരിയുന്ന രക്തത്തിൻ്റെ കാര്യമാണ് ഇവിടെ രക്തച്ചൊരിച്ചിലിനെ പറ്റി പറയുന്നില്ല. പക്ഷേ നാം മനസ്സിലാക്കണം, ഏത് ഉടമ്പടിയും സ്ഥാപിക്കുമ്പോൾ പഴയ നിയമ പ്രമാണപ്രകാരം ഒരു യാഗം രക്തച്ചൊരിച്ചിൽ ആവശ്യമാണ്. സെക്രട്ടേറിയറ്റിൻ്റെ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം നമുക്ക് വായിക്കാം. സെക്രട്ടേറിയ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. നീയോ നിന്റെ നിയമരക്തം ഹേതുവായി ഞാൻ നിന്റെ ബദ്ധന്മാരെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്നും വിട്ടയക്കും. ഇവിടെ
സഖ്യാവിൻ്റെ പ്രവചനത്തിൽ പറയുകയാണ്, നിയമരക്തം ഹേതുവായി ഇസ്രായേൽ ജനത്തിൻ്റെ ആ അടിമത്തം വിടുവിച്ച് അവരെ രക്ഷിക്കാനായിട്ട് പോകും. അപ്പോൾ ഈ നിയമരക്തം ചൊരിഞ്ഞാണ് ഈ നിയമം ഉടമ്പടി സ്ഥാപിക്കുന്നത് എന്ന് നാം ചിന്തിക്കും. ഇനി യിരെമ്യാവിൻ്റെ പ്രവചനത്തിൻ്റെ ഭാഗത്തോട് ചേർത്ത് എസെക്കിയേലിൻ്റെ പ്രവചനം 36-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 27 വാക്യങ്ങൾ ചേർത്ത് വായിക്കാം. എസെക്കിയേൽ 36-ന്റെ 25 മുതൽ 27 വരെയുള്ള വാക്യം. നിർമ്മലജലം തെളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങളെൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. ഇപ്പോൾ യിരെമ്യാ പ്രവചനത്തിൽ നാം വായിച്ച ഭാഗവും എസെക്കിയേലിൻ്റെ പ്രവചനം ചേർത്ത് വായിക്കുമ്പോൾ ഈ പുതിയ നിയമത്തിലുള്ള മറ്റൊരു ചില പ്രത്യേകത അവിടെ കാണാൻ സാധിക്കും. അവിടെ പറയുന്നത്, നിങ്ങളെ ശുദ്ധീകരിച്ച് ഞാൻ കൊണ്ടുവരും, നിർമ്മലജലം തെളിക്കും, ഞാൻ നിങ്ങളെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും, നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. ഈ പുതിയ ഹൃദയം അല്ലെങ്കിൽ പുതിയ മനസ്സ് എന്ന് പറയുന്നത് നാം മനസ്സിലാക്കുന്ന പുനർജനനത്തിൻ്റെ അനുഭവത്തിലേക്ക് ഇസ്രായേൽ ജനത്തിനെ കൊണ്ടുവരും. പഴയ സ്വഭാവങ്ങളൊക്കെ മാറ്റപ്പെട്ടവരായിട്ട്. അതിന് തുടർന്ന് വായിക്കുന്നത്, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലായുള്ള നിങ്ങളുടെ ഹൃദയം ഞാൻ നിങ്ങളെ ജഡത്തിൽ നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ തന്നെ ഈ പ്രവചനം അവിടെ രേഖപ്പെടുത്തുകയാണ്. പുതിയ നിയമത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തിയുടെ ഉള്ളിൽ വസിക്കുന്ന ഒരു അനുഭവം. അപ്പോൾ യിരെമ്യാ പ്രവചനത്തിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുകയുണ്ടായി, അവരെ ആരും ഉപദേശിക്കാൻ ആവശ്യമില്ലാതെ വണ്ണം. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇവിടെ അതിൻ്റെ സൂചന നമുക്ക് ലഭിക്കുന്നു. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിൻ്റെ പ്രമാണങ്ങളിൽ നടക്കുവാൻ തക്കവണ്ണം ഓരോ ഇസ്രായേൽ ജനത്തെ വ്യക്തികളെയും പ്രാപ്തരാക്കുന്ന ദൈവാത്മാവ് അവരിൽ വസിക്കുകയും അവരുപദേശിക്കുകയും ചെയ്യും. അപ്പോൾ നാം പഴയ യിരെമ്യാ പ്രവചനത്തിൽ വായിച്ച കാര്യങ്ങളും ഈ യെഹെസ്കേലിൻ്റെ പ്രവചനത്തിൽ വായിച്ച ഭാഗങ്ങളും ചേർത്ത് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ ആത്മീയ അനുഗ്രഹങ്ങളാണ് ഈ പുതിയ നിയമത്തിൽ പറയപ്പെട്ടുള്ളത്. മാത്രമല്ല ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം പാപമോചനം ഉണ്ട്. മറ്റു ഉടമ്പടികൾ നാം അബ്രഹാമിനോട് എൻ്റെ കാര്യം ചിന്തിക്കുമ്പോൾ അവിടെ പാപമോചനത്തിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല. എന്നാൽ ഇവിടെ ഇസ്രായേൽ ജനം ഒരു ജാതിയായി തീർന്നപ്പോൾ ദൈവത്തോട് അവിശ്വസ്തരായി തീർന്നവരായതുകൊണ്ട് അവർ പാപങ്ങളെ മോചിക്കേണ്ടതിനാവശ്യമാണ്. ഈ പശ്ചാത്തലത്തിൽ വേണം യേശു കർത്താവ് പറഞ്ഞത്, ഇത് പാപമോചനത്തായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം എന്ന് പറഞ്ഞാൽ ഈ പുതിയ നിയമം എന്ന് പറയുന്നത് പുതിയ ഉടമ്പടി എൻ്റെ രക്തച്ചൊരിച്ചിലിൽ കൂടെ സ്ഥാപിക്കപ്പെടുന്നു. അത് നിവൃത്തി പൂർത്തീകരിക്കാൻ പോകുന്ന ഭാവിയിലാണ് ഇസ്രായേൽ ജനത്തിന്. ഇനി ചില വാക്യങ്ങൾ ചേർത്ത് വായിക്കാം. യെശയ്യാ പ്രവചനം ആ വാക്യങ്ങൾ അധികം വിശദീകരിക്കാതെ മുമ്പോട്ട് പോകണം എന്ന് ഞാൻ വിചാരിക്കുന്നു. യെശയ്യാ പ്രവചനം 59-ന്റെ 20-21 വാക്യം. എന്നാൽ സിയോനും യാക്കോബിനും അതിക്രമം വിട്ടുതിരിയുന്നവർക്ക് അവൻ വീണ്ടെടുപ്പുകാരനായി വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നു എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകയില്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, ഇതൊരു ശാശ്വത നിയമമാണ് അല്ലെങ്കിൽ നിത്യമായ നിയമമാണ് എന്നാണ് ഇവിടെ യെശയ്യാ പ്രവചനം പറയുന്നത്. അവിടെയും പറയുന്നത് ശ്രദ്ധിക്കുക, എൻ്റെ ആത്മാവ് നിൻ്റെ വായിൽ ഞാൻ തന്ന വചനങ്ങളും നിൻ്റെ വായിൽ നിന്ന് സന്തതി വായിൽ നീങ്ങിപ്പോകയില്ല. അത് അവിടെ സ്ഥിരമായി നിൽക്കും. അത് ദൈവം ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. അഥവാ ആ ഇസ്രായേൽ ജനത്തിന് അവരുടേതായ നവീകരണം നടക്കും, പുനർജന്മ സ്നാനം ആ അനുഭവം വരുമ്പോൾ
ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അധിവാസം ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല, ദൈവവചനത്തിനനുസരിച്ച് ജീവിക്കാനുള്ളതായ മനസ്സും ഹൃദയവും അവർക്ക് ലഭിക്കുന്നു. പുതിയ ഹൃദയം ലഭിക്കുമെന്ന് എസ്കേവിൻ്റെ പുസ്തകത്തിൽ വായിച്ചല്ലോ. അതുപോലെ തന്നെയാണ് ഈ കാര്യം ഇവിടെ പറയും. ഇവിടെ ഒരു കാര്യം കൂട്ടി പറയുന്നത് അതൊരു ശാശ്വത നിയമമായി, ഇതൊക്കെ ഭാവി സംഭവിക്കുന്ന കാര്യങ്ങളായിട്ടാണ് പ്രവാചകന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. ഇതിൽ യെശയ്യാപ്രവചനം 61:8-9 കൂടെ വായിക്കാം. യഹോവയായ ഞാൻ ന്യായത്തെ ഇഷ്ടപ്പെടുകയും അന്യായമായ കവർച്ചയെ വെറുക്കുകയും ചെയ്യുന്നു. ഞാൻ വിശ്വസ്തയോടെ അവർക്ക് പ്രതിഫലം കൊടുത്ത് അവരോട് ഒരു ശാശ്വത നിയമം ചെയ്യും. ജാതികളുടെ ഇടയിൽ അവരുടെ സന്തതിയെയും വംശങ്ങളുടെ മധ്യേ അവരുടെ പ്രജയെയും വരും. അവരെ കാണുന്നവരൊക്കെ അവരെ യഹോവ അനുഗ്രഹിച്ച സന്തതി എന്ന് പറയും എന്നറിയും. ഇവിടെ ശ്രദ്ധിച്ച് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതും ഒരു ശാശ്വത നിയമമാണ്. മാത്രമല്ല, മറ്റുള്ളവർ കാണുമ്പോൾ ഇവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ജാതിയാണെന്ന് എല്ലാവർക്കും മനസ്സിലാകത്തക്കവണ്ണമുള്ള ഒരു ജാതിയായി അവർ തീരും. ഇന്ന് നമുക്കറിയാം, ഇസ്രായേൽ ജാതി ഒരു തലവേദനയായിട്ടാണ് ലോകരാഷ്ട്രങ്ങൾക്ക് ഇരിക്കുന്നത്. അല്ലാതെ അവരെപ്പറ്റി നല്ല അഭിപ്രായം, പക്ഷം തിരിഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് എന്നുള്ളത് ശരിയായിട്ടാണ്. എല്ലാവരും ആ നിലയെ അവർ അംഗീകരിക്കുന്നില്ല. അതിൻ്റെ കാരണം മശീഹ വന്ന് രാജ്യം സ്ഥാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഭാവിയിൽ അവർക്ക് സംഭവിക്കും. ഈ കാര്യങ്ങൾക്കൊക്കെയുള്ള അടിസ്ഥാനമായിട്ടാണ് യേശു കർത്താവിൻ്റെ ക്രൂശ് ചൊരിഞ്ഞ രക്തം എന്നാണ് കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ വാക്യങ്ങൾ നാം വായിക്കുമ്പോഴേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പഴയ നിയമത്തിൽ ന്യായപ്രമാണം കൊടുത്ത സമയത്തും രക്തം ചൊരിഞ്ഞിട്ടാണ് സ്ഥാപിച്ചത്. പുറപ്പാട് ദിവസം 24-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ച് മുമ്പോട്ട് പോകാം. പുറപ്പാട് ദിവസം 24-ാം അധ്യായം. രക്തത്തിൽ പാതിയെടുത്ത് പാത്രങ്ങളിൽ ഒഴിച്ചു, രക്തത്തിൽ പാതി യാഗപീഠത്തിന്മേൽ തളിച്ചു. അവൻ നിയമപുസ്തകമെടുത്ത് ജനം കേൾക്കെ വായിച്ചു. യഹോവ കൽപ്പിച്ചതൊക്കെ ഞങ്ങൾ അനുസരിച്ച് നടക്കുമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ മോശെ രക്തമെടുത്ത് ജനത്തിന്മേൽ തളിച്ചു. ഈ സകല വചനങ്ങളും ആധാരമാക്കി യഹോവ നമ്മോട് ചെയ്തിരിക്കുന്ന നിയമത്തിന്റെ രക്തം ഇതാ എന്ന് പറഞ്ഞു. മതി. ഇതാണ് പറയാം, മോശ രക്തം തെളിച്ചു, ഈ സകല വചനങ്ങൾ ആധാരമാക്കി യഹോവ നിങ്ങൾ ചെയ്തിരിക്കുന്ന നിയമത്തിൻ്റെ രക്തം ഇതാ എന്ന് പറഞ്ഞാൽ പഴയ നിയമ രക്തം എന്നാണ് ആവാശം. ഇവിടെ പുതിയ നിയമം എന്താണെന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് പഴയതും പുതിയതും ചൂണ്ടിക്കാണിക്കുക. നാം എബ്രായ ലേഖനം വായിക്കുമ്പോഴേ, എബ്രായ ലേഖനം ഇവിടെ വിശദമായി പഠിപ്പിച്ചതാണ് സഹോദരൻ. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാതെ തന്നെ സൂചിപ്പിച്ച് മുമ്പോട്ട് പോകാം. എബ്രായ ലേഖനം 8-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. എബ്രായ ലേഖനം 8-ാം അധ്യായം. അതിൻ്റെ 8-ാം വാക്യം മുതൽ അത് യിരെമ്യാവിൻ്റെ പ്രവചന ഉദ്ധരണിയാണ്. അതിൻ്റെ 12-ഉം 13-ഉം വാക്യങ്ങൾ മാത്രം വായിച്ചാൽ. ഞാൻ അവരുടെ അകൃത്യങ്ങളെ കുറിച്ച് കരുണയുള്ളവൻ ആകും, അവരുടെ പാപങ്ങളെ ഇനി ഓർക്കുകയുമില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട്. പുതിയത് എന്ന് പറയുന്നത് ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു, എന്നാൽ പഴയതാകുന്നതും ജീർണിക്കുന്നതും എല്ലാം നീങ്ങിപ്പോകുവാൻ അടുത്തിരിക്കുന്നു. ഇബ്രാഹിം പഠിച്ച സമയത്ത് ആ സഹോദരൻ നമ്മെ ഓർപ്പിക്കുകയുണ്ടായി. വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിൽ മേൽ സ്ഥാപിക്കപ്പെട്ടതാണ് പുതിയ നിയമം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവസഭ രൂപം കൊണ്ടത് തന്നെ. എന്നാൽ ദൈവസഭ രൂപം കൊള്ളുന്നതിന് മാത്രമല്ല ആ നിയമം ഉണ്ടായിരുന്നത്, ഇസ്രായേൽ ജനത്തിന് വാഗ്ദത്തം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇത് നാം മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മുടെ സഭകളിലൊക്കെ, നമ്മുടെ സഭകളിൽ മാത്രമല്ല, ഇതുപോലെ വേർപെട്ട ദൈവമക്കളുടെ ഇടയിലൊക്കെ പഴയ നിയമത്തിൽ പല കാര്യങ്ങളും നമ്മൾ കൂട്ടിക്കുഴച്ചുകൊണ്ടാണ് പറയുന്നത്. എന്നാൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം, പഴയ നിയമത്തിൻ്റെ കാലഹരണപ്പെട്ടു കഴിഞ്ഞു. ഇവിടെ അത് വായിക്കുന്നുണ്ട്, പഴയതായി തീർന്നു, ജീർണിച്ചു, പുതിയ നിയമം സ്ഥാപിച്ചു, പുതിയ വ്യവസ്ഥ വന്നു കഴിഞ്ഞു, അത് സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. അത് പൂർണ്ണമായ അളവിൽ ഇസ്രായേൽ ജനത്തിൻ്റെ ഭാവിയിലാണ് ലഭിക്കും. കാരണം പുതിയ നിയമത്തിൽ തന്നെ വളരെ വ്യക്തതയോടുകൂടി പറയുന്നുണ്ട്, ഈ ന്യായപ്രമാണം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തിന് മാത്രമുള്ളതാണ്. ചില വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ച് മുമ്പോട്ട് പോകാം. റോമാലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. ന്യായപ്രമാണമില്ലാത്ത ജാതികൾ
ന്യായപ്രമാണത്തിലുള്ളത് സ്വാഭാവികമായി ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്തവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകും. ആ ആദ്യത്തെ വാചകം മാത്രം ഞാൻ എടുക്കുക. ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ന്യായപ്രമാണം കൊടുത്തിട്ടില്ല. 3-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം. ന്യായപ്രമാണം പറയുന്നതെല്ലാം ന്യായപ്രമാണത്തിൽ കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നു എന്ന് നാം അറിയുന്നു. മതി, അവിടെ ശ്രദ്ധിക്കുക, ആ വാചകം മാത്രം മതി. ന്യായപ്രമാണം പറയുന്നത് എല്ലാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നു എന്ന് നാം പറയും. അഥവാ പുതിയ നിയമവിശ്വാസികളെ സംബന്ധിച്ചോ സഭാംഗങ്ങളെ സംബന്ധിച്ചോ കൃപായുഗത്തിലുള്ളതായി സഭാ വിശ്വാസികളെക്കുറിച്ചോ ന്യായപ്രമാണത്തിൻ്റെ യാതൊരു ആചരണങ്ങൾക്കും പ്രാധാന്യമില്ല എന്നാണ് ഈ കാണിച്ചത്. 6-ാമത്തെ റോമാലേഖനത്തിന് 6-ാമത്തെ 14-ാം വാക്യം. നിങ്ങൾ ന്യായപ്രമാണത്തിലല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. അവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കാണ് അധീനം എന്ന് പറഞ്ഞാൽ കൃപായുഗത്തിലാണ് നാം ജീവിക്കുന്നത്. കൃപയുടെ അടിസ്ഥാനത്തിലാണ് നാം ദൈവമക്കളായി തീർന്നത്. ന്യായപ്രമാണം നമുക്ക് ബാധകമേ അല്ല. പലപ്പോഴും അതിൻ്റേതായ പല ആശയങ്ങളും എടുത്തുകൊണ്ട് പലരും പ്രസംഗിക്കുകയും ആശീർവാദം പറയുകയും പല പല രംഗങ്ങളിലേക്ക് പ്രകടിപ്പിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് പലരും പറയുന്നത് അതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്, അതൊക്കെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളാണ്, നമുക്കും ഉള്ളതാണ് എന്നൊക്കെയാണ്. അങ്ങനെയല്ല. വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 24-25 വായിക്കാം. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുത്തേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. വിശ്വാസം വന്ന ശേഷമോ നാം ഇനി ശിശുപാലകന്റെ കീഴിലല്ല. ഇവിടെ ശ്രദ്ധിക്കുക, ന്യായപ്രമാണത്തിൻ്റെ ആ സ്റ്റാറ്റസ്, ആ അവസ്ഥ എന്താണെന്ന് ഇവിടെ പറയുകയാണ്. ശിശുപാലകൻ എന്ന് പറഞ്ഞാൽ ഒരു ശിശുവിനെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു ചുമതലയാണ് ന്യായപ്രമാണത്തിന്. യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് നയിക്കാനായിട്ട് ഉള്ള ഒരു ദൗത്യമാണ് ന്യായപ്രമാണത്തിനുണ്ടായത്. എന്ന് പറഞ്ഞാൽ സ്വന്തം ശക്തിയിൽ ന്യായപ്രമാണം പാലിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. ഒരു ജഡത്തിന് കഴിയുകയില്ല. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമുക്ക് 1-2 വാക്യം നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. 3-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം ഞാൻ വായിക്കാം. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിന് സാധിച്ചു. എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം പാലിക്കാനായിട്ട് നമ്മളെ കൊണ്ട് ജഡത്തിന് സാധാരണ മനുഷ്യരുടെ കഴിയുകയില്ല. പാപബോധം മാത്രമേ വരികയുള്ളൂ. എന്നാൽ യേശു ക്രിസ്തുവിലൂടെയാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം നമുക്ക് ലഭിച്ചത് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് പഴയ നിയമം എന്ന് പറയുന്ന ആ ന്യായപ്രമാണം ഇസ്രായേൽ ജനത്തിന് കൊടുത്തതുപോലെ തന്നെ അവർക്ക് തന്നെ നൽകിയതാണ് ഈ പുതിയ ഉടമ്പടി അല്ലെങ്കിൽ പുതിയ നിയമം എന്ന് പറയും. എന്നാൽ ഇസ്രായേൽ ജനത്തിന് നൽകിയപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അബ്രഹാമിന് നൽകിയ വാഗ്ദത്തങ്ങളുണ്ട്. എന്താ വാഗ്ദത്തം? ഈ ഇസ്രായേൽ ജാതി ഈ ദേശം മുഴുവൻ കീഴടക്കും, അവർക്ക് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ജാതിയായി തീരും, നക്ഷത്രങ്ങളെപ്പോലെ സന്തതികൾ നിനക്കുണ്ടാകും. മാത്രമല്ല ഒരു അനുഗ്രഹം കൂടി അതിൽ നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഗലാത്യ ലേഖനത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ സന്തതി ഏകൻ യേശു ക്രിസ്തുവാണ് എന്ന ഗലാത്യ ലേഖനത്തിൽ തന്നെ അത് പൗലോസ് സ്ഥാപിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 15-ഉം 17 വായിക്കാം. സഹോദരന്മാരെ, ഞാൻ മനുഷ്യരുടെ ഇടയിൽ നടക്കുന്ന ഒരു ദൃഷ്ടാന്തം പറയാം. ഒരു മനുഷ്യന്റെ നിയമമായാലും അതിന് ഉറപ്പ് വന്ന ശേഷം ആരും ദുർബലമാക്കുകയോ അതിനോട് വല്ലതും കൂട്ടിക്കൽപ്പിക്കുകയോ ചെയ്യുന്നില്ല. എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കും എന്ന് അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന് ഏകനെ കുറിച്ചത്രേ പറയുന്നത്. അത് ക്രിസ്തു തന്നെ. ഞാൻ പറയുന്നതിന്റെ താല്പര്യമോ 430 ആണ്ട് കഴിഞ്ഞിട്ട് ഉണ്ടായ ന്യായപ്രമാണം വാഗ്ദത്തത്തെ നീക്കുവാൻ തക്കവണ്ണം അത് ദൈവം മുമ്പ് ഉറപ്പാക്കിയ നിയമത്തെ ദുർബലമാക്കുന്നില്ല. ശ്രദ്ധിക്കുക, അബ്രഹാമിനോട് ചെയ്ത നിയമം, വാഗ്ദത്തം അല്ലെങ്കിൽ ഉടമ്പടി,
ദുർബലമാക്കപ്പെടുന്നില്ല, ഇല്ലാതാകുന്നില്ല ന്യായപ്രമാണം എന്നതുകൊണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്നതാണ് ദാവീദിനോട് ചെയ്യുന്ന നിയമം, പിന്നീട് വരുന്നതാണ് ഈ പുതിയ നിയമം. അപ്പോൾ ഈ അനുഗ്രഹങ്ങൾ, ഭൗമികമായ എല്ലാ അനുഗ്രഹങ്ങളും ആത്മീകമായ അനുഗ്രഹങ്ങളും ഇസ്രായേൽ ജനത്തിന് ഈ പുതിയ നിയമം ഉറപ്പുവരുത്തുന്നു. അതിൻ്റെ സ്ഥാപനമാണ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ രക്തത്താൽ സാധിച്ചത് എന്ന് കാണാൻ സാധിക്കും. ഈ വിഷയം അല്പം വിപുലമാണ്, ഇന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധിക്കുമോ എന്ന് ഞാൻ ശ്രമിക്കുകയാണെന്ന് മാത്രമേ ഉള്ളൂ. സാധിച്ചില്ലെങ്കിൽ അടുത്ത ആഴ്ച അത് പൂർത്തീകരിക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. ഈ നിയമം എപ്പോഴാണ് സ്ഥാപിക്കപ്പെടുന്നത് ഇസ്രായേൽ ജനത്തിൽ? അത് നാം മനസ്സിലാക്കണമെങ്കിൽ ചില കാര്യങ്ങൾ കൂടി ഇതിനോട് അനുബന്ധമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ വിഷയത്തിൻ്റെ പ്രാധാന്യം നിലനിൽക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. നമ്മുടെ ക്രിസ്തീയ സഭകളിൽ തന്നെ ചിലരൊക്കെ പഠിപ്പിക്കുന്നത് ഇസ്രായേൽ ജനത്തിൻ്റെ നൽകിയ വാഗ്ദത്തമൊക്കെ അവർ നിഷ്പ്രയോജനമാക്കി, അവർ അവിശ്വസ്തരായി തീർന്നു, അത് കളഞ്ഞു ദൈവം. ഇപ്പോൾ എല്ലാം തന്നെ ദൈവസഭയിലൂടെയാണ് പോകുന്നത്. ദൈവസഭയാണ് ഈ പഴയ നിയമ വാഗ്ദത്തങ്ങളും അബ്രഹാമിൻ്റെ വാഗ്ദത്തങ്ങളും ഒക്കെ പ്രാവർത്തികമാക്കാനായിട്ട് ദൈവം ഉദ്ദേശിച്ചത് എന്ന് പഠിപ്പിക്കുന്ന കുട്ടികൾ. അതോട് ചേർത്ത് അവർ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് അക്ഷരാർത്ഥത്തിലുള്ളതായ സഹസ്രാബ്ദ വാഴ്ച ഇല്ല എന്ന്. കാരണം സഹസ്രാബ്ദ വാഴ്ചയിലാണ് ഇസ്രായേൽ ജനത്തിന് ഈ അനുഗ്രഹങ്ങൾ പൂർണ്ണമായ നിലയിൽ ആത്മീയവും ഭൗമികവുമായ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത്. എന്നാൽ ഇവർ പഠിപ്പിക്കുന്നത് ദൈവസഭയ്ക്കാണ് അതൊക്കെ ഉള്ളത്. എന്നാൽ നമുക്കറിയാം, ദൈവസഭയ്ക്ക് ഭൗമികമായ അനുഗ്രഹങ്ങളൊന്നും നൽകപ്പെട്ടിട്ടില്ല. കാരണം ഈ പഴയ നിയമ ഈ പുതിയ നിയമത്തിൻ്റെ ഈ അനുഗ്രഹങ്ങളിൽ വളരെയധികം അനുഗ്രഹങ്ങൾ ഭൗമികമായിട്ടുള്ളതുകൊണ്ട് ഒന്ന് രണ്ടോ കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. ഹോശേയ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. ഹോശേയ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം. ഞാൻ അവർക്ക് വേണ്ടി കാട്ടിലെ മൃഗങ്ങളോടും ആകാശത്തിലെ പക്ഷികളോടും നിലത്തിലെ ഇഴജാതികളോടും ഒരു നിയമം ചെയ്യും. ഞാൻ വില്ലും വാളും യുദ്ധവും ഭൂമിയിൽ നിന്ന് നീക്കി അവരെ നിർഭയം വസിക്കുമാറാകും. ഇവിടെ ശ്രദ്ധിച്ച് വായിക്കണം. എന്താ പറയുന്നത്? അന്നാളിൽ ഞാൻ അവർക്ക് വേണ്ടി കാട്ടിലെ മൃഗങ്ങളോടും ആകാശത്തിലെ പക്ഷികളോടും നിലത്തിലെ ഇഴജാതികളോടും ഒരു നിയമം ചെയ്യും. എന്ന് പറഞ്ഞാൽ ഈ നിയമത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്ന ഇസ്രായേൽ ജനത്തിന് ഒരു ശല്യവുമില്ലാതിരിക്കത്തക്കണം കാട്ടുമൃഗങ്ങളായാലും പക്ഷികളായാലും ഇഴജന്തുക്കളായാലും യാതൊരു ശല്യവും ഉണ്ടാകുകയില്ല. മാത്രമല്ല, ഞാൻ വില്ലും വാളും യുദ്ധവും ഭൂമിയിൽ നിന്ന് നീക്കി. അതായത് യുദ്ധം എന്ന് പറഞ്ഞ സംഭവം ഇല്ല. നമുക്കറിയാം, യെശയ്യാപ്രവചനം 2-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്. യെശയ്യാപ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. ഞാൻ മഹാപ്രവൃത്തികളെ ചെയ്തു, എനിക്ക് അരമനകളെ പണിതു, മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി. യെശയ്യാപ്രവചനം 2-ന്റെ 4-ാം വാക്യമാണ് ഞാൻ പറഞ്ഞത്. അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുജാതികൾക്ക് വിധി കൽപ്പിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും. ജാതി ജാതിക്ക് നേരെ വാള ഓങ്ങുകയില്ല. അവർ ഇനി യുദ്ധം അഭ്യസിക്കും. എന്ന് പറഞ്ഞാൽ ആ സഹസ്രാബ്ദ യുഗത്തിൽ ഈ പുതിയ നിയമത്തിൻ്റെ വ്യവസ്ഥ വരുന്ന സമയത്ത് യുദ്ധമുണ്ടാകുകയില്ല. യുദ്ധോപകരണങ്ങൾ കൃഷി ഉപകരണങ്ങളാക്കി മാറ്റുമെന്നാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഈ പഠിപ്പിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം, ദൈവസഭ ഇന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് യുദ്ധം നടക്കുന്നുണ്ട്. കാട്ടുമൃഗങ്ങളുടെ ശല്യം നമ്മൾ ദിവസം പ്രതി വായിക്കുന്നുണ്ട് പത്രങ്ങളിലും മാധ്യമങ്ങളിലും. പിന്നെ എല്ലാ പ്രശ്നങ്ങളുമുണ്ട്. ഇതൊന്നും നമുക്ക് മാറ്റി തന്നിട്ടില്ല. കർത്താവ് തന്നെ പറഞ്ഞ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ദൈവസഭയുടെ ഈ കാലയളവിലല്ല ഈ പുതിയ നിയമത്തിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത്. അത് ഭാവിയിലുള്ള ഒരു സംഭവമായിട്ടാണ്. യെശയ്യാപ്രവചനം 11-ാം അധ്യായത്തിൻ്റെ യെശയ്യാപ്രവചനം 11-ാം അധ്യായം വളരെ മനോഹരമായ ഒരു അധ്യായമാണ്. നമ്മളതൊക്കെ വായിക്കുന്ന അതിൻ്റെ ആദ്യം മുതൽ വായിക്കേണ്ടതാണ്. എന്നാൽ അതിൻ്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ മാത്രം വായിക്കാം. കുഞ്ഞാടോട് കൂടെ തുള്ളിക്കുഞ്ഞി പോലാട്ടുകുട്ടിയോട് കൂടെ കിടക്കും. പശുക്കൾ
പക്ഷിക്കിടാവും ബാലസിംഹവും തടിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും. ഒരു ചെറിയ കുട്ടി അവയെ നടത്തും. പശു കരയോടുകൂടെ മേയും. അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും. സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും. മുല കൊടുക്കുന്ന ശിശു സർപ്പത്തിന്റെ പോകിങ്കൽ കളിക്കും. മുലകുടി മാറിയ പൈതൽ അണലിയുടെ കൊത്തിൽ കൈയിടും. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കാൻ എന്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ പറയുന്ന വാക്കുകളൊക്കെ നമ്മൾ ഈ പശ്ചാത്തലം ഇല്ലാതെ വായിക്കുകയാണെങ്കിൽ ഇതെങ്ങനെ സാധിക്കുമെന്ന് മനസ്സിലാക്കണം. ഇവിടെ ശ്രദ്ധിക്കുന്നത് പശു കരടിയോടുകൂടെ മേയും, സിംഹം കാള എന്ന പോലെ വൈക്കത്തില്ല, മൂല കുടിക്കുന്ന ശിശു സർപ്പത്തിൻ്റെ പോതിങ്കൽ കളിക്കും എന്ന് പറഞ്ഞാൽ അന്ന് ഈ രീതിയിലുള്ളതായ പ്രയാസങ്ങളൊന്നുമില്ലാതെ വണ്ണം സമാധാനം പുലരുന്ന ഒരു അവസ്ഥാവിശേഷമാണ്. ഇതൊക്കെ വായിക്കുമ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് ഈ ക്രിസ്ത്യാനികളെന്ന് പറയുന്നവരെ ഈ വേദപുസ്തകം വായിച്ചത് വലിയ ഉട്ടോപ്യൻ ആശയങ്ങളിലാണ്, അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള ഇങ്ങനെ വലിയ സ്വപ്നം കണ്ട് ജീവിക്കുന്നവരാണ്. അങ്ങനെയല്ല, ദൈവവചനം പറയുന്നതാണ് ഇത്. കാരണം ഇത് ഇസ്രായേൽ ജനത്തിനോട് പറയപ്പെട്ട വാഗ്ദത്തമാണ്. ഭൗമികമായ അനുഗ്രഹങ്ങളും ആത്മീകമായ അനുഗ്രഹങ്ങളും നമ്മൾ വായിക്കൂടെ. യെരമ്യാ പ്രവചനത്തിലും യെഹെസ്കേലിന്റെ പുസ്തകത്തിലൊക്കെ വായിച്ചതുപോലെ ഇത് രണ്ടും ലഭ്യമാകുന്ന ഭാവി കാലമുണ്ട്. ഇത് ചിന്തിക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിലാണ് സാധിക്കുന്നത്. കർത്താവിന് വീണ്ടും വരവിൽ രണ്ട് പതനങ്ങളുണ്ട് നമുക്കറിയാം. ഒന്ന്, ദൈവസഭയ്ക്ക് വേണ്ടി വന്ന് ദൈവസഭയെ ഉൽപ്രാപനം ചെയ്തു കൊണ്ടുപോകുന്നൊരവസ്ഥ. തുടർന്ന് ശുദ്ധീകരണം അല്ലെങ്കിൽ മഹാപീഡന കാലം കഴിഞ്ഞ് ഇസ്രായേൽ ജാതി ശുദ്ധീകരിക്കപ്പെട്ടതിന് ശേഷം വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ വരുമ്പോൾ കർത്താവ് രാജാതിരാജാവായി വാഴുകയും 1000 ആണ്ട് വാഴ്ച ആരംഭിക്കുകയും പിശാചിനെയും അതിൻ്റെ സൈന്യങ്ങളെയും ബന്ധനത്തിലാക്കുകയും ചെയ്യുന്ന വളരെ മനോഹരമായ ഒരു കാലഘട്ടത്തെ അവിടെ വിധിക്കും. അപ്പോഴാണ് ഈ സംഭവം ഇസ്രായേൽ ജനത്തിന് സംഭവിക്കുന്നത്. അന്ന് പുതിയ നിയമ വിശുദ്ധന്മാർ എല്ലാം തന്നെ കർത്താവിന് മണവാട്ടി എന്ന നിലയിൽ കർത്താവിനോട് കൂടെ വാഴുന്ന ഗണത്തിലായിരിക്കും. ഭരിക്കപ്പെടുന്നവരെ ഇന്ന് ലോകത്തുള്ളവരായിരിക്കും എന്ന് നാം മനസ്സിലാക്കണം. ഇത് വളരെ വിവിധമായ വിഷയമാണ്. അത് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയാൽ മനസ്സിലാകില്ല. എന്നാലും ഓടിച്ചു എന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് അടിസ്ഥാനമായിട്ട് നാം മനസ്സിലാക്കേണ്ടത് ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞാലാണ് ഇത് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് ദൈവസഭ എന്ന സംവിധാനം നിലവിൽ വന്നത്? ദൈവസഭ ആരംഭിച്ചത് എപ്പോഴാണ്? അപ്പോസ്തല പ്രവൃത്തികളിൽ നാം വായിക്കുന്നത് പെന്തക്കോസ്ത് നാളിൽ ആരംഭിച്ച് സഭയുടെ ഉൽപ്രാപനം വരെയുള്ള കാലഘട്ടത്തിൽ ഉണ്ടാക്കപ്പെട്ടതായ ഒരു സംവിധാനമാണ് ദൈവസഭ. ആ ദൈവസഭയിൽ ഇന്ന് നാം വായിക്കുന്നത് പോലെ യഹൂദനെന്നോ ജാതിയെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും കൃപയാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളായി തീരുന്നു. അത് കർത്താവായ യേശു ക്രിസ്തു തലയായിട്ടും ശരീരമെന്ന നിലയിൽ സഭയും ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനമായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. ആ ആശയം എപ്പോഴാണ് നിലവിൽ വന്നത്? ഇത് മനസ്സിലാകണമെങ്കിൽ അല്പം പുതിയ നിയമത്തിലേക്ക് തന്നെ നമുക്ക് കടന്നു വരണം. മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 43-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ ശ്രദ്ധിച്ച് വായിച്ചാലറിയാം, കർത്താവായ യേശു ക്രിസ്തു പല ഉപമകളും പറഞ്ഞ കൂട്ടത്തിൽ അവസാന കാലഘട്ടത്തിൽ പറഞ്ഞ പല ഉപമകളും പറഞ്ഞു. അപ്പോൾ അന്നത്തെ യഹൂദന്മാർക്കൊക്കെ മനസ്സിലായി തങ്ങളെ ഉദ്ദേശിച്ചാണ് ഈ ഉപമയൊക്കെ പറയുന്നതെന്ന്. എന്നിട്ട് അതിൻ്റെ സംക്ഷിപ്തമായി പറയുന്ന വാചകമാണ് ഞാൻ ഇവിടെ വായിച്ച് കേൾപ്പിച്ചത്. അവിടെ പറയുന്നതാണ്, അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തു തിരസ്കരിക്കുന്നത് കൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത് അതിൻ്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും എന്ന് പറഞ്ഞാൽ ജാതികൾക്ക് ഇതിൻ്റെ അനുഗ്രഹം ലഭിക്കത്തക്കവണ്ണമുള്ള സാഹചര്യം ഉണ്ടാകാനായിട്ട് പോകുന്നു. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് നഷ്ടക്കച്ചവടമായിട്ട് ഇപ്പോൾ മാറുകയാണ്. അതിൻ്റെ കാരണം നമുക്കറിയാം. ഇതേ മത്തായി എഴുതിയ സുവിശേഷത്തിൽ തന്നെ അതിൻ്റെ 23-ാം അധ്യായം അതിൻ്റെ 37 മുതൽ 39-ാമത്തെ വാക്യം. യേശുദേവേ യേശുദേവേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴെ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്ത് കൊള്ളുക എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു.
നിങ്ങൾക്കോ മനസ്സായില്ല. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, കർത്താവ് പറയുകയാണ്, നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിച്ചാൽ കർത്താവ് യെരൂശലേമിൽ നോക്കി കരഞ്ഞു എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇവിടെ ആ വാക്ക് കാണുന്നില്ലെങ്കിൽ തന്നെ ഈ ആശയം അവിടെ പറയുന്നുണ്ട്. കർത്താവിൻ്റെ ഹൃദയം പകരുകയാണ് അവിടെ. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകും കീഴിൽ ചേർക്കുന്നത് പോലെ ഇസ്രായേൽ ജനത്തിനെ അവർ ചേർക്കുവാനും ദൈവരാജ്യം സ്ഥാപിക്കുവാനുമാണ് കർത്താവ് വന്നത്. എന്നാൽ അതിന് കഴിയാതെ വണ്ണം ഇവരെന്താ പറയുന്നത്? നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്ന ഒരു മനോഭാവം. വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും കർത്താവിന് വേണ്ട, ഞങ്ങൾക്ക് ഇവനെ വേണ്ട എന്ന് പറഞ്ഞ് നിഷേധിച്ചപ്പോൾ കർത്താവ് പറയുന്നത് എന്താ? ഇനി നിങ്ങൾ എന്നെ കാണുകയില്ല. നിങ്ങൾ എന്നെ സ്വീകരിക്കാനായിട്ടുള്ള മാനസികാവസ്ഥയിലേക്ക് എത്തുന്ന സമയത്ത് മാത്രമേ ഞാൻ വരികയുള്ളൂ. അത് സാധിക്കുന്നത് ഈ പുതിയ നിയമത്തിൻ്റെ അനുഭവത്തിലേക്ക് അവർ കടന്നു വരുന്ന കാലഘട്ടത്തിലാണ്. ഇത് നാം മനസ്സിലാക്കുമ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് ചില വാക്യങ്ങൾ കൂടി വായിക്കട്ടെ. റോമാലേഖനം അതിൻ്റെ 9, 10, 11 അധ്യായങ്ങളിലാണ് ആ വിഷയം വിശദമായിട്ട് കൈകാര്യം ചെയ്യുന്നത്. നമുക്കറിയാം, റോമാലേഖനം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ അതിൻ്റെ ഉപദേശപരമായ വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. 12-ാം അധ്യായം മുതലാണ് അതിൻ്റെ പ്രായോഗിക വശങ്ങൾ കൈകാര്യം ചെയ്തത്. അപ്പോസ്തലനായ പൗലോസിൻ്റെ ലേഖനങ്ങളൊക്കെ പഠിച്ചാൽ ആദ്യത്തെ ഭാഗം ഉപദേശങ്ങളും പിന്നീട് അതിൻ്റെ പ്രായോഗികമായ വശങ്ങളാണ് പിന്നീട് കാണുന്നത്. എഫെസ് ലേഖനവും അങ്ങനെയൊക്കെയാണ്, കൊലോസ് ലേഖനമൊക്കെ അങ്ങനെയാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് റോമാലേഖനം എഴുതി. റോമിലെ സഭ അപ്പോസ്തലനായ പൗലോസ് സ്ഥാപിച്ചതല്ല. പക്ഷേ അവിടെ നടന്ന സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില പ്രത്യേക കാര്യങ്ങൾ അവരെ ഓർപ്പിക്കുവാൻ ആവശ്യമായതുകൊണ്ടാണ് വിശ്വാസത്താലുള്ള നീതീകരണം എന്ന് പഠിപ്പിച്ച് ആ 8-ാം അധ്യായം വരെ ആ കാര്യങ്ങൾ വിശദീകരിച്ചതിന് ശേഷം 12-ാം അധ്യായത്തിലാണ് അതിൻ്റെ പ്രായോഗികമായ കാര്യങ്ങൾ വരുന്നത്. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് അനുബന്ധമായിട്ട് പാരന്തസിസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന പോലെ ഇടയ്ക്ക് ചേർക്കുന്ന ഭാഗമാണ് 9, 10, 11 അധ്യായങ്ങൾ. ഇതോട് ചേർത്ത് സാന്ദർഭികമായ ഒരു കാര്യം കൂടി പറയട്ടെ. വേദപുസ്തകത്തിൽ അധ്യായങ്ങളും വാക്യങ്ങളും ഒന്നും ആദ്യ പുസ്തകങ്ങൾ എഴുതിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഏകദേശം 13-ാം നൂറ്റാണ്ടിൽ, AD 13-ാം നൂറ്റാണ്ടിലാണ് വേദപുസ്തകത്തിലെ അധ്യായങ്ങളൊക്കെ ആയിട്ട് വിഭജിക്കുവാൻ ഇടയായത്. പിന്നീടാണ് വാക്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തത്. അത് വളരെ സഹായകരമായിരുന്നു. കാരണം ഒരു ഭാഗം കണ്ടുപിടിക്കണമെങ്കിൽ ഇന്ന അധ്യായം ഇന്ന വാക്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. എന്നാൽ ഇത് എഴുതിയ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നില്ല. ഒരു ലേഖനം എന്ന് നാം പറയുന്നത് ഇത്ര അധ്യായങ്ങളുണ്ട്, ഇത്ര വാക്യങ്ങളുണ്ടെന്നൊക്കെ നാം കാര്യമായിട്ട് പറയുന്നെങ്കിൽ അത് എഴുതിയ കാലഘട്ടത്തിൽ ഒറ്റ ലേഖനം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ആദ്യം മുതൽ അവസാനം വരെ ഒരുമിച്ച് ചില പാരഗ്രാഫ് തിരിച്ചു കാണുമായിരിക്കും എന്നല്ലാതെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഭാഗം ഇവിടെ പെട്ടെന്ന് വെച്ച് വിഷയം മാറ്റിക്കൊണ്ട് പൗലോസ് പറയുന്നതിൻ്റെ കാരണം, ഇതൊരു പശ്ചാത്തലം ഞാൻ ഇന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാൻ നിർബന്ധിതനായി തീരുകയാണ്. ബാക്കിയുള്ള കാര്യം അടുത്ത ആഴ്ച ഞാൻ വിവരിക്കുന്നത്. റോമാലേഖനം എഴുതിയതിൻ്റെ പശ്ചാത്തലം നാം മനസ്സിലാക്കുക. റോമിലുള്ള സഭ യഹൂദന്മാരിൽ നിന്നും ജാതികളിൽ നിന്നും രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വന്ന ഒരു സമ്മിശ്രമായ കൂടിയൊരുപാട്. എന്നാൽ കാലക്രമേണ യഹൂദന്മാരുടെ അളവ് കുറഞ്ഞു, എണ്ണം കുറഞ്ഞു, ജാതികളുടെ എണ്ണം വർദ്ധിച്ചു. അപ്പോൾ അവർ തമ്മിൽ ഒരു തർക്കമുണ്ടായി. അവർ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? യഹൂദന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇസ്രായേൽ ജനത്തെ ദൈവം തള്ളിക്കളഞ്ഞു, ഇപ്പോൾ ദൈവസഭയ്ക്കാണ് പ്രാധാന്യം, മറ്റ പദ്ധതികളൊക്കെ ദൈവം വേണ്ടാന്ന് വെച്ചു. ഇസ്രായേൽ ജനം അത് ദൈവം തള്ളിക്കളഞ്ഞു, കാരണം അവർ അവശിഷ്ടരായി തീർന്നു. ഇപ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ദൈവസഭയ്ക്കാണ് പ്രാധാന്യം, ദൈവസഭ എടുക്കപ്പെടും, ദൈവസഭ എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിക്കും, കർത്താവിനോടുകൂടി ആയിരിക്കും എന്നുള്ള ഒരു ചിന്താഗതി അവിടെ വ്യാപിച്ചപ്പോൾ പൗലോസ് അതിനെ ഖണ്ഡിച്ചുകൊണ്ട് എഴുതിയ ഭാഗമാണ് ഇപ്പോൾ നാം കാണുന്ന 9, 10, 11 അധ്യായങ്ങൾ. അതിൻ്റെ പശ്ചാത്തലം നാം വായിച്ചു നോക്കുക. 9-ാം അധ്യായത്തിൻ്റെ 9-ന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഞാൻ പറയുന്നത് ഘോഷമല്ല. എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടവിടാതെ നോവുമുണ്ട് എന്ന് എൻ്റെ മനസ്സാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. ജഡപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തനാകുവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. അവർ ഇസ്രായേലിയർ, പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ, പിതാക്കന്മാരും അവർക്കുള്ളത് തന്നെ. മതി.
ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ദൈവസഭയുടെ വലിയ വക്താവായി അതിൻ്റെ പ്രമാണങ്ങളൊക്കെ പഠിപ്പിച്ച ആളാണ് പറയുന്നത്. ഇവിടെ പറയുന്നു, അവർ ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ, പിതാക്കന്മാരും അവർക്കുള്ളവ തന്നെ. ജഡപ്രകാരം ക്രിസ്തു അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനത്തിൻ്റെ ആ അവസ്ഥയെ അവിടെ ചിത്രീകരിക്കാം. ഇനി 11-ാം അധ്യായത്തിലേക്ക് വരാം. റോമാലേഖനം 11-ാം അധ്യായം, അതിൻ്റെ ആദ്യത്തെ വാക്യം, 1-2 വാക്യം. എന്നാൽ ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളുമില്ല. ഞാനും ഇസ്രായേലിലല്ലോ, അബ്രഹാമിന്റെ സന്തതിയിൽ ബെന്യാമീൻ ഗോത്രത്തിൽ ജനിച്ചവൻ തന്നെ. ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തന്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഏലിയാവിന്റെ ചരിത്രത്തിൽ തിരുവെഴുത്ത് പറയുന്നത് അറിയുന്നില്ലയോ? അപ്പോൾ വാക്യത്തിൻ്റെ ആ ഘടന ശ്രദ്ധിച്ചു. ആദ്യം പറയുന്ന വാചകം, ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല, ഇസ്രായേലിനെ തള്ളിക്കളഞ്ഞിട്ടില്ല. അവർ ഇവിടെ പറയുന്നത് ഞാനും ഇസ്രായേലിനാണല്ലോ, എനിക്കറിയാം. ദൈവം മുന്നറിഞ്ഞിട്ടുള്ള ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. പിന്നെ എന്താ സംഭവിച്ചത്? അതിൻ്റെ 25-ാം വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. 11-ാം അധ്യായത്തിൻ്റെ. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിക്കാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇവിടെ പൗലോസ് കാര്യം സത്യം വെളിപ്പെടുത്തുകയാണ്. നിങ്ങൾ വലിയ ബുദ്ധിമാന്മാരാണെന്നും വളരെ കഴിവുള്ളവരാണെന്നും അഭിമാനിച്ചുകൊണ്ടാണല്ലോ ഈ പറയുന്നത്. അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. ഇവിടെ പറയുകയാണ്, ഈ രഹസ്യം നിങ്ങൾ അറിയാതിരിക്കരുത്. ജാതികളുടെ പൂർണ്ണസംഖ്യ അഥവാ ദൈവസഭയുടെ പൂർണ്ണമായ സംഖ്യ തികയുന്ന സമയത്ത് ഇസ്രായേലിൻ്റെ അംശമായിട്ടുള്ള കാഠിന്യം അവസാനിക്കാൻ പോകുകയാണ്. അതുവരെ മാത്രമാണ് ഈ കാലഘട്ടം നിലനിന്നത്. ഇന്ന് തൊട്ടടുത്ത വാക്യം 26-ാം വാക്യം വായിക്കുക. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. നാം രമ്യാവിൻ്റെ പ്രവചനത്തിലൊക്കെ വായിച്ചതുപോലെ അവരുടെ പാപങ്ങളെ മോചിപ്പിക്കപ്പെടും. അവരുടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കും. അവരുടെ ദൈവത്തിൻ്റെ വചന ഹൃദയപ്രകാരം നടക്കുന്നവരായി തീരും. അന്യദൈവങ്ങളെ വിട്ടുമാറും. ദൈവികമായ അനുഗ്രഹങ്ങൾ അവർ പ്രാപിക്കും. ഇങ്ങനെ ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടും. എപ്പോഴാണെന്നറിയാമോ? വിടിവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. ഞാൻ അവൻ്റെ പാപങ്ങളെ നീക്കുമ്പോൾ ഇത് ഞാൻ അവനോട് ചെയ്യുന്ന നിയമം. ഇത് യശയാപ്രവചനത്തിലുള്ള ഉദ്ധരണയാണ് ആ വാക്യം. എന്ന് പറഞ്ഞാൽ ദൈവം അവൻ്റെ പാപങ്ങളെ മാറ്റുന്നത് എപ്പോഴാണെന്നറിയാമോ? ദൈവസഭയുടെ ഉൽപ്രാപണത്തിന് ശേഷം, കർത്താവിൻ്റെ വീണ്ടും വരവിന് ശേഷം, വിടിവിക്കുന്ന സിയോനിൽ നിന്ന് വന്നതിന് ശേഷം ആ കാര്യം നടക്കാനായിട്ട് പോകുന്നു. ഇസ്രായേലിൻ്റെ പുനഃസ്ഥാപനം നടക്കാൻ പോകുന്നു. ദൈവസഭയുടെ ആ ഉൽപ്രാപണത്തിന് ശേഷം അവർ ആ ദൈവസന്നിധിയിലേക്ക് മാറ്റപ്പെട്ടതിന് ശേഷം ഇവിടെ സഹസ്രാബ്ദ യുഗത്തിൽ ഈ പുതിയ നിയമത്തിൻ്റെ അനുഗ്രഹങ്ങളിലേക്ക് ഇസ്രായേൽ ജനം കടന്നു വരും. യേശു ക്രിസ്തു രാജാവായിട്ട് പോയി. ഇതിനോട് ചേർന്ന് അല്പം ചില കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്. നമ്മുടെ സമയം ഇന്ന് അവസാനിച്ചതുകൊണ്ട് ഞാനിന്ന് തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ദൈവനേച്ചാതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുള്ളത്. അതിനുശേഷം ദൈവം അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.